അപ്പോൾ നമ്മളെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സായിട്ടുള്ള പുളിയരക്കുളം ഈ വൃത്തിയാക്കുന്നതോടുകൂടി തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ കൃഷിക്കും മറ്റു ആവശ്യത്തിനും വേണ്ടി കുട്ടികളുടെ വിനോദങ്ങൾക്കൊക്കെ വേണ്ടി നീന്തൽ പരിശീലനത്തിനൊക്കെ വേണ്ടി സംരക്ഷിക്കുന്നതിൽ സേവന ക്ലബ്ബ് എന്നും സജ്ജമായിരിക്കും എന്നൊരു അവസരത്തിൽ പറയാം. പിന്നെ പായല് ഇനിയും പായൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും അടുത്ത കൊല്ലം ഞങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കും. ഇന്ന് ഈ തിരൂർക്കാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം സേവന ക്ലബ്ബാണ് ഏറ്റെടുത്ത് ചെയ്ത് വൃത്തിയായി ജനങ്ങൾക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ഇത് നമുക്കൊരു ഫണ്ട് വെച്ച തീരെ ഒരു വിഷയമല്ല. ഈ ചണ്ടി നീക്കം ചെയ്യാന് ഞാനിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു കുളത്തിന് സമീപമാണെന്ന് പറയാം. ഏറ്റവും വലിയ കുളങ്ങളിൽ ഒന്ന് അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് അങ്ങാടിപ്പുറത്തിലെ തിരൂർക്കാട് ഉള്ള എന്താ പറയാ പുളിയിലക്കുളം. ഇത് പണ്ട് വർഷങ്ങളായിട്ട് നാട്ടുകാർ കുളിക്കാനും മറ്റു നീന്തൽ പരിശീലനത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഒരു വർഷം മുമ്പ് പഞ്ചായത്തിന്റെ MLA യുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നവീകരിച്ച് 4 ഭാഗവും കൽപ്പടവുകളിലൊക്കെ കെട്ടി സുരക്ഷിതമാക്കി ഉദ്ഘാടനം നടത്തിയിരുന്നു. അന്ന് തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പായൽ കിട്ടുന്ന ഒരു സംഭവമുണ്ട്, അതില്ലെങ്കിൽ പിന്നീട് ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോ പായൽ കെട്ടലൊക്കെ ഉണ്ടായി. ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അതൊക്കെ വലിയ ഭീതിയിലാവുന്ന ഒരു സമയത്ത് ഇവിടുത്തെ എന്താ പറയാ സേവന ക്ലബ്ബ്, ഈ തിരൂർക്കാട് സേവന ക്ലബ്ബ് മുൻകൈയെടുത്ത് എല്ലാവരും ചേർന്ന് ഈ കുളത്തിലെ പായലെല്ലാം മാറ്റി കുളം ശുദ്ധീകരിക്കുകയാണ്. ഈ കുളം ഒരുപക്ഷെ ഈ നാടിന്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. നമ്മോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ദാമോദരൻ നമ്മോടൊപ്പം ഉണ്ട്. ഈ കുളം ഈ നാടിന്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണെന്ന് മാത്രമല്ല, കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിലാണ്, അതുപോലെ തന്നെ കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ പായല് കിട്ടുന്ന ഒരു സംഭവം മാത്രമുള്ള ഒരു പ്രശ്നം. ഇത് നിങ്ങളിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ള നിങ്ങൾ ഈ സേവന ക്ലബ്ബ് എല്ലാവരും കൂടി തീരുമാനമെടുത്തപ്പോ അതിനെക്കുറിച്ച് എന്താണ് വാർഡ് മെമ്പർക്ക് പറയാനുള്ളത്? വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ ഏറ്റവും വലുത് തിരൂർക്കാട് ടൗണിനോട് ചേർന്ന് ഉള്ള ഒരു പൊതുകുളമാണ് പുളിയലക്കുളം എന്ന് പറയുന്ന ഈ കുളം. ഇത് 3-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ കുളം MLA ഫണ്ട്, അതുപോലെ ബ്ലോക്ക് ഫണ്ട്, പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു സംഖ്യ ചെലവാക്കിക്കൊണ്ട് തന്നെ ഈ നവീകരിച്ചിട്ടുണ്ട് ഈ കുളം. സേവന ക്ലബിന്റെ രക്ഷാധികാരി വിപിൻ പുഴയ്ക്കൽ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഇത് കാർഷിക മേഖലയ്ക്ക് വരെ ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ്, കുടിവെള്ള സ്രോതസ്സാണ്. ഇത് ഇങ്ങനെ ഈ കുളത്തെ എന്നും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നമ്മള് ഇപ്പോ ഒരു വർഷത്തിന് മുമ്പ് ഇത് കുളം നവീകരിച്ചു. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച്, MLA ഫണ്ട് ഉപയോഗിച്ച് കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെയും വെച്ചിട്ട് കുളം നവീകരിച്ചതിന് ശേഷം ഈ പായലിന്റെ ഒരു ഭീതി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അന്വേഷണങ്ങളും ഒക്കെ നടത്തി. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു റീസൺ ആയിട്ട് നമുക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സായിട്ടുള്ള പുളിയരക്കുളം ഈ വൃത്തിയാക്കുന്നതോടുകൂടി തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ കൃഷിക്കും മറ്റു ആവശ്യത്തിനും വേണ്ടി കുട്ടികളുടെ വിനോദങ്ങൾക്കൊക്കെ വേണ്ടി നീന്തൽ പരിശീലനത്തിനൊക്കെ വേണ്ടി സംരക്ഷിക്കുന്നതിൽ സേവന ക്ലബ്ബ് എന്നും സജ്ജമായിരിക്കും എന്നൊരു അവസരത്തിൽ പറയാം. സേവന ക്ലബിന്റെ സെക്രട്ടറി ഷാരുൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷാരുൺ, ഈ നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ ഒരുപക്ഷെ ഓരോ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഓരോ ക്ലബ്ബുകളാണ്. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഇനി നിങ്ങൾ ഈ കുളത്തിൽ ഇങ്ങനെയുള്ള പായൽ വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞങ്ങള് പഞ്ചായത്തിന്റെ നിർദ്ദേശം പ്രകാരം നമുക്കൊരു കുളം നന്നാക്കാൻ ഇങ്ങനെ പറയുകയും ഞങ്ങൾ ക്ലബില് ഒരു 20 ആള് മീറ്റിംഗ് കൂടുകയും, അപ്പൊ ഞങ്ങൾ കരുതിയിരുന്നു കുറച്ച് പേരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. നമ്മള് പിള്ളേര് മാത്രമേ ഉണ്ടാവുന്ന കരുതുന്നു. പക്ഷേ ആള് കൂടി കഴിഞ്ഞപ്പോ അതെ ആള് കൂടെ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു. ഒരുപാട് നൂറുകണക്കിന്, വിവേട്ടൻ പറഞ്ഞ പോലെ തന്നെ നൂറുകണക്കിന് ആളുകളെ നമ്മളെ നാട്ടുകാരും തിരൂർക്കാടുള്ള ഗ്രാമ പ്രദേശവാസികളും എല്ലാം കൂടെ, കുട്ടികൾ വരെ ആവേശത്തോട് പറയാനുള്ള കുട്ടികൾ വരെ
നിങ്ങൾക്ക് തന്നെ കാണാം. ചെറിയ ചെറിയ കുട്ടികൾ വരെ നമ്മള് അവരൊക്കെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ട്യൂബായിട്ടും കാര്യങ്ങളായിട്ടും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പായല് ഇനിയും പായൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും അടുത്ത കൊല്ലം ഞങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കും. താങ്കളും സേവന ക്ലബിലൂടെയൊക്കെയാണ് പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ പ്രവൃത്തിയെ, ഈ സേവന ക്ലബിന്റെ ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ഇവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാ കാണുന്നത്? ഇനിയിപ്പോ ഈ കുളം നവീകരിക്കാൻ അന്നൊരിക്കൽ താങ്കൾ പറഞ്ഞിരുന്നു ഈ പായലിന്റെ ശല്യം ഒരു പ്രശ്നമാണെന്ന്. അത് പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടി ഇനി എടുക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ വലിയ സന്തോഷത്തിലാണെന്ന്. കാരണം എന്താ വെച്ചാല്, ഒന്ന് ഈ തിരൂർക്കാട് മേഖല ഏറ്റവും വലിയ പ്രശ്നം ഈ കുളത്തിന്റെ പ്രയാസമായിരുന്നു. കുളം ഇങ്ങനെ ഒരു മോശമായി കിടക്കിരുന്നു. അത് ദാമോദരൻ മെമ്പർ വാർഡ് മെമ്പർ ആയതിനു ശേഷം പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിക്കുകയും ആ ഭരണസമിതി ഇതിന് ഫണ്ട് വെക്കുകയും ചെയ്തു. എന്നിട്ടും ഇതില് ചണ്ടികൾ ഇങ്ങനെ വന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ പല പൊതുപ്രവർത്തകരോടും പല സന്നദ്ധ സംഘങ്ങളോടും പല ക്ലബ്ബുകളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനൊക്കെ മുൻ സേവന ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങള് ദാമോദരൻ അടക്കമുള്ള ആളുകളൊക്കെ പറവകള്, ഇപ്പൊ രക്ഷാധികാരികളാണ്. ഇന്ന് ഈ തിരൂർക്കാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം സേവന ക്ലബ്ബാണ് ഏറ്റെടുത്ത് ചെയ്ത് വൃത്തിയായി ജനങ്ങൾക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ഇത് നമുക്കൊരു ഫണ്ട് വെച്ചാൽ തീരുന്ന ഒരു വിഷയമല്ല. ഈ ചണ്ടി നീക്കം ചെയ്യാന് ഈ കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവന്നാൽ തീരില്ല. ഇവർക്ക് വേണ്ട കുറച്ച് ധനസഹായം. ആ ധനസഹായം ഒന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ കുട്ടികളുടെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ആ ഒത്തൊരുമ, ആ ഒരു മനുഷ്യ സഹജമായ ആ ഒരു മനസ്സ്, നാടിനോടുള്ള പ്രതിബദ്ധത, അതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇതില് എനിക്ക് രാഷ്ട്രീയം കലർത്താൻ താല്പര്യമില്ല. കാരണം ഇതിൽ ഞങ്ങളൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഞങ്ങളുടെ ക്ലബ്ബിൽ എല്ലാവരും ഉണ്ട്. പല ആശയക്കാരുണ്ട്. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് സേവന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറപ്പാടത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അത് വലിയ ഒരു മാതൃകയുള്ള ഒരു ക്ലബ്ബാണ്. അതിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഇന്നും തുടരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് സേവന. ഇത് സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകാപരമായ പ്രവർത്തനം. ഇവിടെ കണ്ട യുവാക്കളെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇതില് 98% 100% ആളുകള് ഞങ്ങളെ സേവന ക്ലബിന്റെ ആളുകളാണുള്ളത്. പുളിയിലക്കുളം ഏറ്റവും മനോഹരമായി നവീകരിച്ച് ഇത് പായലെല്ലാം കോരി വൃത്തിയാക്കി JCB ഉപയോഗിച്ച മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് വീണ്ടും ശുദ്ധീകരിക്കുകയാണ്. ഈ നാടിന്റെ ഏറ്റവും വലിയ ജലസ്രോതസ് എന്ന് വേണമെങ്കിൽ പറയാം. കുടിവെള്ളത്തിനും നീന്തൽ പരിശീലനത്തിനും മാത്രമല്ല കാർഷിക മേഖലയ്ക്കും ഏറ്റവും പ്രയോജനപ്രദമാവും വിധത്തിലാണ് ഈ കുളത്തിന്റെ നവീകരണം. 1 ഏക്കറോളമുള്ള ഈ കുളം ദേശീയപാതയോരത്താണ്. പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഇവിടെ ചെറിയ പെഡൽ ബോട്ടൊക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുൾപ്പെടെ വൈകിട്ട് ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടി ആയി മാറും. അതിനുള്ള കഴിവുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്താൽ അതും നടപ്പിലാകും. ഏതായാലും ഈ കുളത്തിന്റെ ഇപ്പോ പായലെല്ലാം നീക്കം ചെയ്ത് ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ സേവന ക്ലബിന്റെ ഭാരവാഹികൾ, സേവന ക്ലബിന്റെ അംഗങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. ഈ സേവന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നാടിന് തന്നെ, ഒരുപക്ഷെ കേരളത്തിന് തന്നെ ഒരു വലിയ മാതൃകയായി മാറുമെന്നാണ് നമ്മോട് നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്, മറ്റുള്ള ആളുകൾ പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഈ സേവന ക്ലബിന്റെ ഭാരവാഹികൾക്കൊപ്പം, സേവന ക്ലബിനൊപ്പം ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10 ന്യൂസ്, പെരിന്തൽമണ്ണ. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.